ഹായ് അസ്സലാമു അലൈക്കും. ഞാനിന്ന് ഈദ് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ തലേ ദിവസം തന്നെ രാത്രി മോളുടെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിറ്റേന്നത്തേക്കുള്ള ബിരിയാണിക്കുള്ള കട്ടിങ്സൊക്കെ ചെയ്ത് വെക്കാമെന്ന് കരുതി. അപ്പോൾ അതാ വലിയുള്ളിയൊക്കെ കട്ട് ചെയ്ത് വെക്കാണ്. ഞാൻ ഈ സോഡിയാക്കിൻ്റെ ഈ ഒരു ജാറിലാണ് കേട്ടോ ഉള്ളിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ പച്ചമുളക് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കന് കഴുകിയും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതെല്ലാം ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. തക്കാളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിറ്റേന്ന് രാവിലെ കുളിച്ച് സുബഹി നിസ്കാരത്തിന് ശേഷം കിച്ചണിലേക്ക് കയറി ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഫ്രൈ ചെയ്ത് എൻ്റെ ഉമ്മയുണ്ട് കേട്ടോ വീട്ടിൽ. അപ്പോൾ ഇതാ മോന് പള്ളിയിലേക്ക് വേണ്ടിയിട്ട് പള്ളിയിൽ നിസ്കാരത്തിന് വേണ്ടിയിട്ട് പോകാൻ പോവാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് പായസമാണ്. അപ്പം അതിലേക്കുള്ള കാഷ്യൂവും കിസ്മിസൊക്കെ വറവ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പുതിയ ബേബിനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും തന്നെ എല്ലാവരും കസിൻസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് പായസമൊക്കെ കൊടുത്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പം ഞാനും ഇവരെ കൂടെ തന്നെ അവിടേക്ക് പോയി. നമ്മളെ വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോയി. പിന്നെ അവിടെ ഒന്ന് കയറിയിട്ട് പിന്നെ നമ്മൾ അതിന് തൊട്ടടുത്ത് തന്നെ ഹസ്ബൻഡിൻ്റെ കാക്കൻ്റെ വീടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും പോയി അവിടുന്ന് പായസമൊക്കെ കുടിച്ചു. പിന്നെ ഇവിടുന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഉപ്പ പെരുന്നാൾ പൈസയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. മോളുടെ ആദ്യത്തെ വലിയ പെരുന്നാളാണ് കേട്ടോ. കഴിഞ്ഞ ഈദിന് നമ്മൾ ചെറിയ പെരുന്നാളിന് പ്രസവരക്ഷണ സ്ഥലത്തായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ എൻ്റെ വീട്ടിലെത്തി. അപ്പോഴേക്കും ഉമ്മ ബിരിയാണി എല്ലാം ദമ്മിലിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ബീഫ് വരട്ടി വെച്ചിട്ടുമുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിലുള്ളവരൊക്കെ കക്കൻ്റെ വൈഫുമാരും പിന്നെ ഉപ്പയും അനിയനൊക്കെ ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പോൾ അവരൊക്കെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ അവരിവിടെ നിന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ.